ക്രിക്കറ്റ് മൈതാനങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശം നിറഞ്ഞതും ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണാൻ കഴിയുന്നതുമായ ഒരു ഫൈനൽ പോരാട്ടമായിരുന്നു 2018 മാർച്ച് 18 കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ബംഗ്ലാദേശിനെതിരെയുള്ള നിദാസ് ട്രോഫി ഫൈനൽ മത്സരത്തിലെ അവസാന പന്തിൽ ദിനേശ് കാർത്തിക് അടിച്ച ആ ഫ്ലാറ്റ് സിക്സും ഇന്ത്യയുടെ കിരീട നേട്ടവും ഇന്നും ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഓർമ്മയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആതിഥേയരായ ശ്രീലങ്കയെ ബംഗ്ലാദേശ് വിവാദപരമായ മത്സരത്തിൽ പരാജയപ്പെടുത്തിയതിനാലും ശേഷം ആ രാജ്യത്തെ കളിയാക്കിയതിനാലും കൊളംബോയിലെ പ്രാദേശിക ജനത മുഴുവൻ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിനായി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അങ്ങനെ സ്റ്റേഡിയം മുഴുവൻ ഇരു രാജ്യങ്ങളുടെയും സഖ്യത്തിൽ ഇന്ത്യൻ പതാകകളാൽ അലയടിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിന് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും സമീർ റഹ്മാന്റെ തകർപ്പൻ ബാറ്റിംഗ് മികവിൽ അവർ ശക്തമായി തിരിച്ചടിച്ചു. 50 പന്തിൽ 77 റൺസ് നേടിയ താരത്തിന്റെ പ്രകടനമാണ് ബംഗ്ലാദേശിനെ രക്ഷിച്ചത്. ഇന്ത്യൻ ബോളർമാരിൽ തിളങ്ങിയ യുസ്വേന്ദ്ര ചഹൽ മധ്യനിരയെ തകർത്തുകൊണ്ട് 4 ഓവറിൽ വെറും 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഇതോടെ നിശ്ചിത 20 ഓവറിൽ 166-ന് 8 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് ബംഗ്ലാദേശിന് എത്താൻ സാധിച്ചു. മറുപടി ബാറ്റിംഗിൽ 167 റൺസ് എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യക്കായി രോഹിത് ശർമ്മ തകർപ്പൻ തുടക്കമാണ് നൽകിയത്. 42 പന്തിൽ 56 റൺസാണ് അന്ന് രോഹിത് എടുത്തത്. എന്നാൽ 14-ാം ഓവറിൽ രോഹിത് ശർമ്മ പുറത്തായതോടെ ഇന്ത്യയുടെ റൺ റേറ്റ് കുത്തനെ ഇടിഞ്ഞു. മനീഷ് പാണ്ഡയ്ക്ക് ബൗണ്ടറികൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായപ്പോൾ അരങ്ങേറ്റക്കാരനായ ഓൾറൗണ്ടർ വിജയ് ശങ്കറിനാകട്ടെ പന്ത് ടൈം ചെയ്യാൻ പോലും സാധിച്ചില്ല. അതായത് സമ്മർദ്ദം മുഴുവൻ ഇന്ത്യക്ക് മേലെയായി. ഈ കടുത്ത സമ്മർദ്ദത്തിന്റെ ക്ലൈമാക്സ് കണ്ടത് 18-ാം ഓവറിലാണ്. ബംഗ്ലാദേശ് ഇടങ്കയ്യൻ മുസ്തഫീസുർ റഹ്മാൻ എറിഞ്ഞ തന്ത്രപരമായ ആ വിക്കറ്റ് മേഡൻ ഓവർ ഇന്ത്യയെ പൂർണ്ണമായും തളർത്തി. മനീഷ് പാണ്ഡയെ പുറത്താക്കിയ അദ്ദേഹം വിജയ് ശങ്കറിന് റണ്ണെടുക്കാൻ വിടാതെ പൂട്ടിക്കെട്ടി. ഇതോടെ അവസാന 2 ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ 34 റൺസ് എന്ന അസാധ്യ വിജയലക്ഷ്യമായി മാറി. മത്സരം ഏതാണ്ട് കൈവിട്ട അവസ്ഥയിലായി കാര്യങ്ങൾ. 7ാം നമ്പറുകാരനായി ആ സമയത്താണ് ദിനേശ് കാർത്തിക് ക്രീസിലേക്ക് എത്തുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മനഃപൂർവ്വം കാർത്തിക്കിനെ അവസാന ഓവറുകളിലേക്ക് മാറ്റിവെച്ചതായിരുന്നു. റൂബൽ ഹസൻ എറിഞ്ഞ 19-ാം ഓവറിൽ കാർത്തിക് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. ആദ്യ പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ 6ഉം 2ാം പന്തിൽ നേരെ സ്ട്രെയിറ്റ് 4ഉം 3ാം പന്തിൽ ഡീപ് വിക്കറ്റിന് മുകളിലൂടെ വീണ്ടും ഒരു 6ഉം കാർത്തിക് പറത്തി. 4ാം പന്ത് ഡോട്ട് ബോൾ ആയെങ്കിലും 5ാം പന്ത് ലെഗ് സൈഡിലേക്ക് ഒരു മികച്ച സ്വീപ്പ് ഷോട്ടിലൂടെ 4ഉം അവസാന പന്തിൽ ഓടിയെടുത്ത 2 റൺസും കാർത്തിക് ആ ഓവറിൽ സ്വന്തമാക്കി. അതായത് ഒരൊറ്റ ഓവറിൽ 22 റൺസാണ് ഇന്ത്യക്ക് കിട്ടിയത്. അത് ഇന്ത്യക്ക് ശരിക്കും ഒരു പുനർജന്മമാണ് ആ മത്സരത്തിൽ നൽകിയതെന്ന് പറയാം. അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 12 റൺസ്. ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷക്കീബ് അൽ ഹസൻ പന്തേൽപ്പിച്ചത് പാർട്ട് ടൈം ബൗളറായ സൗമ്യ സർക്കാരിനായിരുന്നു. ആദ്യ പന്ത് വൈഡായതോടെ 6 പന്തിൽ 11 റൺസ് വിജയലക്ഷ്യമായി ചുരുങ്ങി. തൊട്ടടുത്ത പന്തിൽ വിജയ് ശങ്കറിന് ടൈമിംഗ് പഴിച്ചെങ്കിലും 2ാം പന്തിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് 1 റൺസ് ഓടി സ്ട്രൈക്ക് കാർത്തിക്കിന് കൈമാറി. 3ാം പന്തിൽ കാർത്തിക് ലോങ് ഓണിലേക്ക് തട്ടിയിട്ട് ഒരു സിംഗിൾ എടുത്തു. 4ാം പന്തിൽ ഓഫ് സൈഡിലൂടെ ഒരു ബൗണ്ടറി നേടിക്കൊണ്ട് വിജയ് ശങ്കർ സമ്മർദ്ദം ഒരൽപ്പം കുറച്ചു. 5ാം പന്തിൽ ഒരു വലിയ ഷോട്ടിന് ശ്രമിക്കവേ തേർഡ് മാനിൽ ക്യാച്ച് നൽകി വിജയ് ശങ്കറിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി. എന്തായാലും ആ സമയത്ത് ദിനേശ് കാർത്തിക് ഓടി സ്ട്രൈക്ക് എൻഡിൽ എത്തിയിരുന്നു. അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടത് 5 റൺസ്. ബൗണ്ടറി അടിച്ചാൽ കളി സമനിലയാക്കാം, 6 അടിച്ചാൽ കിരീടം ഇന്ത്യക്ക് സ്വന്തമാക്കാം. സമ്മർദ്ദം ഇന്ത്യ ക്യാമ്പിലേക്ക് നീണ്ടു. എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. എന്തായാലും സൗമ്യ സർക്കാർ എറിഞ്ഞ ആ പന്ത് യാതൊരു സമ്മർദ്ദവും തനിക്കില്ല എന്ന മട്ടിൽ ഡീപ്പ് എക്സ്ട്രാ കവർ ബൗണ്ടറിക്ക് മുകളിലൂടെ 6ആയി കാർത്തിക് പറത്തുന്നു. ഇന്ത്യൻ ക്യാമ്പിൽ ആവേശം അണപൊട്ടി. ഇന്ത്യൻ ആരാധകർക്കൊപ്പം ശ്രീലങ്കയുടെ ആരാധകരും ഇളകി മറിഞ്ഞു. സ്റ്റേഡിയം ശരിക്കും ഒരു സ്ഫോടനാത്മക അന്തരീക്ഷമായി മാറി. വെറും 8 പന്തിൽ 29 റൺസാണ് ദിനേശ് കാർത്തിക് ആ മത്സരത്തിൽ അടിച്ചുകൂട്ടിയത്. ശരിക്കും ഒരൊറ്റ മത്സരം കൊണ്ട് ദിനേശ് കാർത്തിക് ഇന്ത്യയുടെ ഹീറോ ആയി മാറി എന്ന് പറയാം. സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട യൂട്യൂബ് വീഡിയോ എന്ന റെക്കോർഡും ഈ മത്സരത്തിലെ അവസാന ഓവറിനാണ് എന്നൊരു പ്രത്യേകതയും കൂടി ഈ കോൺടെസ്റ്റിന് ഉണ്ട്.